തെലുങ്ക് സൂപ്പർ താരം അല്ലു അർജുന്റെ വീടിന് നേരെ ആക്രമണം. പുഷ്പ ടു റിലീസിനിടെ മരിച്ച രേവതിക്ക് നീതി വേണമെന്നാവശ്യപ്പെട്ട ഒരു കൂട്ടം യുവാക്കളാണ് വീടിന് നേരെ കല്ലെറിഞ്ഞത്. വീടിന് മുന്നിലുണ്ടായിരുന്ന ചെടിച്ചട്ടികളും പ്രതിഷേധക്കാർ തകർത്തു. അഖിലശ്രീ നൽകും വിവരങ്ങൾ. അഖിലശ്രീ, എപ്പോഴാണ് സംഭവം? സുജയ, ഇന്ന് വൈകുന്നേരത്തോടെയാണ് സംഭവം. തെലുങ്ക് സൂപ്പർ താരം അല്ലു അർജുന്റെ വീടിന് മുന്നിൽ ഒസ്മാനിയ യൂണിവേഴ്സിറ്റിയിൽ നിന്നുള്ള വിദ്യാർത്ഥികളാണ് വലിയ തരത്തിൽ കല്ലേറും തക്കാളിയേറും അടക്കം നടത്തിയത്. പുഷ്പ ടു റിലീസിനിടെ സന്ധ്യ തിയേറ്ററിലുണ്ടായ അപകടത്തിൽ തിക്കിലും തിരക്കിലും പെട്ട് രേവതി എന്ന യുവതിയും അവരുടെ മകൻ ശ്രീതേജിനും രേവതി എന്ന യുവതി മരിക്കുകയും ശ്രീതേജിന് മസ്തിഷ്ക മരണം സംഭവിക്കുകയും ചെയ്തിരുന്നു. രേവതിയുടെ കുടുംബത്തിന് നീതി വേണമെന്ന് ആവശ്യപ്പെട്ടുകൊണ്ടാണ് ഇപ്പോൾ യുവാക്കളായ വിദ്യാർത്ഥികൾ വലിയ തരത്തിലുള്ള പ്രതിഷേധം സംഘടിപ്പിച്ചിരിക്കുന്നത്. ഒരു വേള അവർ അല്ലു അർജുന്റെ വീടിന് മുന്നിൽ കുത്തിയിരുന്നും പ്രതിഷേധിക്കുന്ന ദൃശ്യങ്ങളും ഇപ്പോൾ സമൂഹ മാധ്യമങ്ങളിൽ നിറയുകയാണ്. ഈ ഏതാനും ദിവസങ്ങളായി അല്ലു അർജുനും അതുപോലെ തന്നെ സർക്കാരും തമ്മിൽ ഇതേ വിഷയത്തിൽ രണ്ട് തരത്തിലുള്ള നിലപാടുകളാണ് സ്വീകരിച്ചുകൊണ്ടിരിക്കുന്നത്. അതായത് അല്ലു അർജുനെതിരെ വലിയ തരത്തിലുള്ള വിമർശനമാണ് മുഖ്യമന്ത്രി കഴിഞ്ഞ ദിവസം പുറത്തുവിട്ടിരുന്നത്. അതായത് അല്ലു അർജുൻ യാതൊരു തരത്തിലുള്ള മുൻകരുതലുകളും സ്വീകരിച്ചില്ല, തിക്കും തിരക്കും ഉണ്ടാകുമെന്ന് പോലീസ് മുന്നറിയിപ്പ് നൽകിയിട്ട് പോലും അല്ലു അർജുൻ വേണ്ട തരത്തിലുള്ള മുൻകരുതലൊന്നും സ്വീകരിച്ചില്ല എന്ന തരത്തിലായിരുന്നു പോലീസ് അറിയിച്ചിരുന്നത്. അതേസമയം ഇന്നലെ പത്രസമ്മേളനം നടത്തി പോലീസിന്റെയും മുഖ്യമന്ത്രിയുടെയും വാദങ്ങളൊക്കെ നിരത്തി എല്ലാം തള്ളിക്കളയുന്ന ഒരു നിലപാടായിരുന്നു അല്ലു അർജുനും സ്വീകരിച്ചിരുന്നത്. ഇതിനോടനുബന്ധിച്ച് അല്ലു അർജുൻ പറയുകയും ചെയ്തിരുന്നു തന്റെ ഫാൻസിനോട് നിങ്ങൾ എല്ലാവരും സംയമനം പാലിക്കണമെന്ന്. അതിനിടെയാണ് ഇപ്പോൾ പുതിയ സംഭവം ഉണ്ടായിരിക്കുന്നത്. സുജയ, ശരി, അഖിലശ്രീയാണ് വിവരങ്ങളുമായി നമുക്കൊപ്പം ചേർന്നത്.